ഞാൻ ഈ സിനിമയിൽ നിന്നപ്പോ എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ചാൻസ് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. വെരി വെരി ഹെവി. ഇത് ഭയങ്കര സ്വീറ്റ് ആണെങ്കിൽ അത് ഭയങ്കര ഹെവി വോയിസ്. കൊള്ളാം. ചെക്കൻ എന്താ ചെയ്തിട്ടുണ്ട് ആ ഒരു മൂഡ് വരില്ലേ? സോ ഹാസ് ദേർ ബീൻ ദാറ്റ് ചേഞ്ച് ഇൻ യുവർ ഫാമിലി? ഇല്ല, ഫാമിലി അന്നോട്ട് സപ്പോർട്ട് ആണ്. വേണമെങ്കിൽ അവർക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. പറയാറില്ല സ്ട്രിക്സ് എന്ന് വിളിക്കാം. ഞാനെന്ത് വിളിക്കാറില്ല. അങ്ങനെ കുറച്ച് ചിണുങ്ങുന്ന കിടങ്ങുന്ന സ്വഭാവം ഇങ്ങനെ അറിയാവുന്ന ഒരു കൊച്ചിനെ എനിക്കറിയാം. ഞാൻ ആരോ ഏട്ടാ, അത് മതിയല്ലോ. ബിരിയാണി ഉള്ളപ്പോ നമ്മള് കഞ്ഞി കഴിക്കില്ലല്ലോ. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് പണി തരുന്നവന്മാർക്ക് എങ്ങനെയെങ്കിലും ഒരു മുട്ടാൻ പണി തിരിച്ചു കൊടുക്കും പ്ലീസ്. അച്ചടക്കം വേണം. അച്ചടക്കം വേണം. എന്റെ കേസ് മാത്രമില്ല. പയ്യെ പറ. എന്തോ മാത്രമല്ല, ഈ സിനിമ പള്ളി, പണി, പെണ്ണ്. അതെ അതെ, എങ്ങനെയാണോ ഇവിടുന്ന് ഇറങ്ങുമ്പോ പലതും സംഭവിക്കുന്നുണ്ട്. പേടിക്കാൻ ഇഷ്ടമുള്ള ഓഡിയൻസ് ഇത് കാണും. അത് ഞാൻ എന്ത് ചോദിച്ചു, ഈ പുള്ളിക്കാരി ഓടിയെത്തും. അപ്പൊ ഇവള് തന്നെ പറഞ്ഞില്ല അവൾ ഓടിയെത്തും. ആക്ഷൻ എന്ന് പറഞ്ഞോണ്ടല്ലോ ഓടുന്നതിനേക്കാൾ ഇതിലാണ്, പക്ഷെ ആളെത്തുന്നില്ല. അത് ഓൾറെഡി ഡയറക്ടർ 2-3 പറഞ്ഞിട്ടുണ്ട്. വിജയ് ചേട്ടൻ ഫ്രഷ് എന്തെങ്കിലും സാധനം പറഞ്ഞത് പറയാൻ പോണത് അന്നപ്പോ നമസ്കാരം, വെൽക്കം ടു CP ടോക്സ്. ഞാൻ പാർവതി. തുമ്മിയ തറയ്ക്കുന്ന മൂക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് തുമ്മിയ കയറുന്ന പ്രേതമുള്ള സിനിമയിലെ കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റ്. സോ വി ഹാവ് പ്രകമ്പനം ടീം ഹിയർ. വെൽക്കം യു ഗൈസ്. താങ്ക് യു. ഓക്കെ, ഹൗ ഇസ് പ്രകമ്പനം ലൈഫ് ഗോയിങ് ഓൺ? സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ റിസപ്ഷനും നല്ല കാര്യങ്ങളൊക്കെ റെസ്പോൺസ് ഉണ്ട്. നന്നായിട്ട് നമ്മളൊരു ചെറിയ പടമായിട്ടാണ് നമ്മൾ ചെയ്തത്, പക്ഷെ എല്ലാരും കൂടെ അതൊരു വലിയ പടമാക്കി നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നതിലും അപ്പുറം. അല്ല, ഞാൻ സിനിമ ഇറക്കില്ലല്ലോ. ഇല്ല ഇല്ല, എക്സാക്ട്ലി. സോ നമ്മുടെ അഭിജിത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്ലസ് ആക്ടറാണ്. അതെ. അപ്പം ഇതില് ഓൾറെഡി ഈ റോൾ സെറ്റ് ചെയ്ത് വെച്ച അല്ല 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 ഓക്കെ, ഞാന് ഒന്നുമല്ല. ഇത് ബേസിക്കലി ഈ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഞാൻ ഡയറക്ടർ വിജയ് ചേട്ടൻ, ശ്രീധരൻ പ്രൊഡ്യൂസർ. അപ്പൊ ശ്രീധരൻ പറഞ്ഞു എനിക്ക് മുമ്പോട്ട് ആക്ടിങ്ങിൽ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ സിനിമയിൽ നിന്നപ്പോ എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ചാൻസ് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ വിജയ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ പട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ എനിക്ക് ഫുള്ള് താടിയും മീശയും ഫുൾ ക്ലീൻ ഷേവ് വേണ്ടി വരും ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് ക്ലീൻ ഷേവ് ചെയ്തതാണോ? ഇല്ല ഇല്ല, അന്ന് ചെയ്തില്ല. കുറച്ച് മാസം റിലീസിന് 2 ദിവസം എവിടെ പോയിട്ട് ആർക്കും എന്നെ മനസ്സിലാവില്ല. അഭിജിത്ത് ആക്ച്വലി ഞങ്ങളെക്കാളൊക്കെ സീനിയറാ. സീനിയർ ആർട്ടിസ്റ്റ്, ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റ്. ഗുഡ് ഇൻഫർമേഷൻ. ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞു. പാരിജാത സീരിയലിലേക്ക് ഞാൻ സത്യം പറഞ്ഞ കൊച്ചിലെ സീരിയലിലാണ് തുടങ്ങിയത്. സൂര്യ TV ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ മായക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതിലാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ തുടങ്ങിയിട്ട് പിന്നെ +1 +2 ആയപ്പോൾ നിർത്തിട്ട് പിന്നെ കോളേജ് ഞാൻ ബാംഗ്ലൂരിലാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ആക്ടിങ്ങിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ് കോളേജിൽ നിന്ന് ഇറങ്ങി പാസ് ഔട്ട് ആയ വർഷമായിരുന്നു കോവിഡ്. അപ്പൊ എന്നിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേഷനിലോട്ട് കയറാമെന്ന് പറഞ്ഞ അമീനയൊക്കെ പോലെ ഞാൻ ഒരു 2-3 കണ്ടന്റ് ഒക്കെ ഇട്ടു. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു നീ ജോലിക്ക് പോയേ പറ്റുള്ളൂ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പഠിച്ചത് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അപ്പോ ഞാൻ അഡ്വർടൈസ്മെന്റ് ഫീൽഡിലെ ഒരു ഏജൻസി ആയിട്ട് അവിടെ നിന്ന് പ്രൊഡക്ഷൻ നവരസ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അവര് നാഷണൽ ആർട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങോട്ട് തന്നെ റെഫർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ശ്രീധരൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇന്റേൺഷിപ്പിന് പോയിട്ടാണ് പിന്നെ ഞാൻ ജൂനിയർ പ്രൊഡ്യൂസർ ആയിട്ട് ജോലി ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്നതും അവിടെ അങ്ങനെ ലെവൽ വെച്ചാൽ നമ്മൾ മെയിൻലി നവരസ എന്ന് പറയുന്നത് എല്ലാം പറയണമല്ലോ. അതെ, എഡിറ്റ് ചെയ്ത് എനിക്കൊന്ന് തന്നാൽ മതി. അങ്ങനെയാണ് നവരസയിലെത്തുന്നത്, ശ്രീധരനെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ അവിടെ പരസ്യത്തിൽ തന്നെ അപ്പൊ ശ്രീധരനും പാലിങ്ങനെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് ഈ സിനിമ. അത് കുഴപ്പമില്ല, എനിക്ക് അപ്പുറം എടുത്തോ. ഓക്കെ, സോ ഈ പട്ടർ എന്നുള്ള റോള് ചെയ്യാൻ വേണ്ടിട്ട് ലൈക്ക് അപ്പാർട്ട് ഫ്രം ഷേവിംഗ്, വാട്ട് വാസ് ദ ഡിഫിക്കൽട്ടി ഓർ ദ ചാലഞ്ച് യു ഹാഡ്? കാരണം അതൊരു ഒരു സർട്ടൻ സ്ലാങ്ങും സർട്ടൻ വേ ഓഫ് മാനറിസം ഒക്കെ വേണമല്ലോ. അതെ, അത്
അത് സത്യം പറഞ്ഞു ഡയലോഗ്സ് കിട്ടിയപ്പോൾ വിജയ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പിടിക്കുന്നുള്ള. പിന്നെ എന്റെ സ്ലാങ്ങിൽ ഏകദേശം അങ്ങനെ ഉണ്ട്. ഞാൻ ഒരുപാട് പട്ടരായിട്ട് എന്റെ You do have a sweet voice. അതെ അതെ കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് എന്താ പറയാ, ആ ഒരു എന്റെ നാച്ചുറൽ സ്ലാങ്ങിൽ കുറച്ചൊന്ന് മാറ്റി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും പറഞ്ഞു. അപ്പൊ ഡയലോഗ് കിട്ടി അത് പഠിച്ചു. ആ സ്ലാങ്ങിൽ ഒരു ഡയലോഗ് ഒന്ന് പറയാം. അതെനിക്ക് ഓർമ്മയില്ല. ഇല്ല ഇല്ല ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലോട്ട് വരാം. ശരി, വിൽ ബി കമ്മിങ് ബാക്ക് ടു ദാറ്റ്. ഓക്കെ, ഐ മീൻ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തല്ല, ഐ എം ആസ്കിങ് യു, ഇങ്ങനെയാണല്ലേ നിങ്ങളുടെ സൗണ്ട്? ഞാൻ ഓർത്ത് കോണ്ടന്റിന് വേണ്ടിട്ട് സൗണ്ട് ഇങ്ങനത്തെ ഉണ്ടാക്കണേ. ഇറ്റ്സ് എ വെരി വെരി ഹെവി. ഇത് ഭയങ്കര സ്വീറ്റ് ആണെങ്കിൽ അത് ഭയങ്കര ഹെവി വോയിസ്. ഓക്കെ, എനിവേസ്, അപ്പൊ ഒരു ചോദ്യം ചോദിക്കാനുള്ള, ഐ ഹവ് ഓൾവേസ് വാണ്ടഡ് ടു ആസ്ക് യു, അതായത് you started as a content creator and now you are a cinema actor. രണ്ടിലും ആക്ടിംഗ് ആണ്. What is the main difference you see in both of them? ഇല്ല, ഒരിക്കലും ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചല്ല. എങ്ങനെയാലും സിനിമ ആക്ടർ ആവണമെന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ക്രിയേറ്റർ ഗതികേട് കണ്ട് അതായത്. അപ്പം നമ്മളിപ്പോ ഈ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിനകത്ത് ഒരിക്കലും ഈ റീലിന്റെ അഭിനയം ആ പരിപാടി എല്ലാം ഇടുന്നത്. ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഒരു മൂവിയുടെ സീൻ എടുത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതായിരിക്കും നമ്മുടെ കണ്ടന്റ് ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് അഭിനയ കറക്റ്റ് ആക്ടിങ് മീറ്റർ സെയിം ആണ്. പിന്നെ എന്നാലും സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ഒതുങ്ങി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. മറ്റേത് കുറച്ച് ഹർബറി ആക്ടിങ് ആണ്. അതായത് സിനിമയിലെന്ന് പറയുമ്പോൾ നമുക്ക് പയ്യെ ടൈം എടുത്ത് പരിപാടി ഇട്ട് എല്ലാം ഒന്ന് കൂളായിട്ട് ചെയ്താൽ മതി. പക്ഷെ റീലെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ 3 മിനിറ്റിൽ നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹർബറി ആയിട്ട് അഭിനയിക്കും. സോ അത് സിനിമയിൽ വരുമ്പോൾ അത് ആക്ടിങ്ങിലാണേലും എല്ലാത്തിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. സിനിമയിൽ വരുമ്പോൾ അത് നമ്മൾ കൂളായിട്ട് പയ്യെ സാവധാനം എടുത്ത് സമയം എടുത്ത് ഡയലോഗൊക്കെ പയ്യെ. പ്രകമ്പനം വന്നിട്ട് has there been any change in that reception of people for you? ആൾക്കാർ കാണുമ്പോൾ ഇത് മറ്റേ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് സമയത്ത് ഇറങ്ങിയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രകമ്പനത്തിന് നേരത്തെ പറഞ്ഞ യൂട്യൂബിൽ നിന്ന് എന്റെ ഉള്ളില് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ ആക്ടറായിട്ട് അറിയപ്പെടാൻ. അപ്പം യൂട്യൂബർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഇവിടം വരെ എത്തിയത് യൂട്യൂബും how are your friends doing? ഫ്രണ്ട്സിനൊക്കെ എല്ലാരും അവർക്കെല്ലാം ഓരോ സിനിമകൾ ഇനി വരാനുണ്ട്. ഇറങ്ങാൻ പോകുന്ന മാസങ്ങളിലൊക്കെ ഓരോ പടങ്ങൾ വരുന്നുണ്ട്. അമീന് തുടങ്ങിയ സമയത്ത് കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. സോ ഈ ജനറലി നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഫാമിലിയിലൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ, അമ്മ ഞാൻ വീഡിയോ ഉണ്ടാക്കി 1 മില്യൺ അടിച്ചു എന്ന് പറഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ആ കൊള്ളാം, കുഴപ്പമില്ല, അതിനിപ്പോ എന്താന്നുള്ളൊരു ചോദ്യമായിരിക്കും. സോ മൂവി കാണുമ്പോൾ അവർക്കൊരു കൊള്ളാം, ചെക്കൻ എന്താ ചെയ്തിട്ടുണ്ട്, ആ ഒരു മൂഡ് വരില്ലേ? സോ ഹാസ് there been that change in your family? ഇല്ല, ഫാമിലി അന്നോട്ട് സപ്പോർട്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ +2 കഴിഞ്ഞിട്ട് കാനഡയിൽ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും വേണമെങ്കിൽ അവർക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. കാരണം നാട്ടുകാരും ബാക്കി കുടുംബക്കാരെല്ലാരും ഒറ്റപ്പെടുത്തുമ്പോഴും ഇവരാണ് സപ്പോർട്ടായിട്ട്. എന്റെ വീട്ടുകാരെ ഞാൻ വീഡിയോ കാണിക്കും. കണ്ടന്റ് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, നാളല്ലേ ഇത്രയും കാശ് ഇതാക്കിപ്പിച്ചിട്ട് ഫോൺ തൂക്കി വീഡിയോ എടുത്തിറങ്ങുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡയലോഗ് അവർ പറഞ്ഞിട്ടില്ല. അങ്ങോട്ടുന്നവരെ സപ്പോർട്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. സോ അമീൻ ഒറ്റ മോനാണോ? അനിയത്തിയാണ്. ഓക്കെ, ഗ്രേറ്റ്. സോ അനിയത്തി ഈ ഒരു ഫീൽഡ് ആണോ? അല്ല, അവള് നേഴ്സിംഗ്. ഓക്കെ, ശരി. കുടുംബത്തിൽ ഒരാളെങ്കിലും വേണം. കമ്മിങ് ടു ശീതലിന്റെ ഞാൻ ഒരു ജസ്റ്റ് ചെറിയ റിസർച്ച് നടത്തിയപ്പോൾ, റിസർച്ച് ഒന്നും ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയപ്പോൾ ഒരു ബയോ കണ്ടു. എനിക്കത് ഓർമ്മ പോലും നിൽക്കണില്ല തന്നെ. വാട്ട് ഇസ് ഇറ്റ്? Strix Varia. Can you please explain that? Strix Varia. പണ്ടത്തെ ഇൻസ്റ്റാഗ്രാം നെയിം എന്ന് പറയുന്നത് സ്ട്രിക്സ് വാരിയ എന്നായിരുന്നു. മൂങ്ങ. Why do you relate to മൂങ്ങ? I mean, back in those days എനിക്ക് കുറച്ചുകൂടി രാത്രികളിൽ പുറത്തിറങ്ങാനൊക്കെ ഇഷ്ടമായിരുന്നു. പേരിടണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇൻസ്റ്റാ നെയിം എന്ന പോലെ ഞാൻ പേരിട്ടേ ഉള്ളൂ സ്ട്രിക്സ് വാരിയ. അപ്പൊ അതിന് ശേഷം സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പം ആ പേര് ഇനി അവിടെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റി ബയോളിക്കായിട്ട് ഒറിജിനൽ പേര്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എന്റെ പേര് വിളിച്ചാരെന്നെ പറയാറില്ല, സ്ട്രിക്സ് എന്ന് വിളിക്കാം. ഞാനെന്ന് വിളിക്കാറില്ല. അപ്പൊ പിന്നെ ഞാന്
ആ പേര് മാറ്റി എന്തായാലും ഒരു പ്രൊഫൈല് വരുമ്പോൾ ആ പേരിൽ നിൽക്കേണ്ട ആവശ്യമില്ല, സ്വന്തം പേരിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് മാറ്റി. ഓക്കെ, ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു 10th സ്റ്റാൻഡേർഡ് മുതലേ ഓഡിഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ആൻഡ് യുവർ ഫാമിലി വാസ് വെരി സപ്പോർട്ടീവ് ഓഫ് ഇറ്റ്. സോ when you like struggled so much for so long, now ഇപ്പം ഈ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ വന്നിരിക്കുമ്പോൾ how do you feel about it? പ്രൗഡാണ് ആക്ച്വലി. ഞാൻ ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പണ്ട് സ്കൂളില് ഈ പറഞ്ഞ മാതിരി പഠിക്കാൻ കഴിയില്ല ഇൻജനറലി എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തിൽ പോയിട്ടില്ല. അപ്പൊ സ്കൂളിൽ ഓഡിഷൻ ആയിട്ട് ഒരു ടീം വന്നപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം ഓഡിഷൻ കൊടുക്കുന്നത്. പിന്നെ വീട്ടില് ആ സമയത്ത് അത്ര വലിയ സപ്പോർട്ടീവ് ആയിരുന്നില്ല സിനിമ അഭിനയിക്കാനോ, കാരണം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരാളല്ല നമ്മുടെ. അപ്പം അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടുകാരാണ്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ 2024 ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അതിന് മുൻപ് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2024 മുതൽ ഈ ചെറിയൊരു കാലയളവിൽ 4 പടം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ വലിയൊരു, എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പം ഐ ഫീൽ പ്രൗഡ്. മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. What is that one motivation or that one inspiration that you've had throughout this struggle? ഈ ഒരു സ്ട്രഗിൾ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു സാധനം ഉണ്ടാവില്ലേ? പെർട്ടിക്കുലർ മോട്ടിവേഷൻ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് എന്താ പണ്ട് ഇപ്പം മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെട്ട ഒരു സ്റ്റുഡന്റാണ് ഞാൻ. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഞാൻ നിൽക്കുന്ന സമയത്ത് ഐ വാണ്ടഡ് ടു ബി ലൈക്ക് യുനോ കുറച്ചും കൂടെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് അടുത്ത കാര്യത്തില്. അപ്പൊ കുറച്ചും കൂടെ But you look very studious. ഞാനോ വെറും പഠിക്കണ കുട്ടിയായിട്ടോ ശരി. സോ അപ്പൊ പിന്നെ എന്തായാലും കുറച്ചുകൂടി മാറി നിക്കണം എന്നുള്ളത് കൊണ്ടാണ് റിവെഞ്ച് എടുക്കണം, എടുത്തിരിക്കുകയാണ് ഗൈസ്. ആ പറഞ്ഞ നോ നോ ശരി, ഗ്രേറ്റ്. കമ്മിങ് ടു ഗായത്രി, ഹൗ ഡിഡ് യു റീച്ച് ടു ദിസ് ഫിലിം? ഓ, അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാനും അഭിജിത്ത് ഒരേ കോളേജിലാണ് പഠിച്ചേക്കുന്നത്. So you reached through here. അങ്ങനെ പിന്നെ ഇങ്ങനെ ഞങ്ങള് ഗോളം ഒരുമിച്ച് ഗോളത്തിൽ എന്റെ റൂംമേറ്റ് ആയിരുന്നു ശീതള്. 45 days ടുഗദർ. അന്ന് കിട്ടിയതാണ് ഈ സാധനത്തിന്. പിന്നെ പോയിട്ടില്ല. അപ്പൊ ശീതള് സിനിമയിൽ ഓണായി. പിന്നെ ഞാൻ ഓഡിഷൻ കൊടുത്തായിരുന്നു. എനിക്ക് അറിയായിരുന്നു സിനിമയിൽ എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കണേ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് ഓൾവേസ് ദർ. ആ ഓഡിഷനിലോട്ട് എത്താനുള്ള ഒരു റിസോഴ്സ് അഭിജിത്ത് തന്നെയാണ്. ഹോം പ്രൊഡക്ഷൻ അല്ലേ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പ്രൊഡക്ഷൻ. ആണുങ്ങളാർക്കെങ്കിലും ഇങ്ങനെ അവസരം നമുക്കിപ്പോ ഒരു ക്യാരക്ടർ കാണുമ്പോ ഇപ്പം ഓഡിഷൻ ഉണ്ട്. അപ്പൊ ഓഡിഷനിലോട്ട് ഇവരെ എത്തിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഡയറക്ടർ ആണെങ്കിൽ ഇപ്പം ശീതളിന്റെ ക്യാരക്ടർ അങ്ങനെ കുറച്ച് ചിണുങ്ങുന്ന കിടങ്ങുന്ന ഒരു സ്വഭാവം ഇങ്ങനെ അറിയാവുന്ന ഒരു കൊച്ചിനെ എനിക്ക് അറിയാം. സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ വിജയിച്ചിട്ട് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഓഡീഷന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ വിജയിച്ചിട്ട് ഞാൻ ആളെ വിളിച്ചോ കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് ശീതളിന്റെ ഓഡീഷന് വന്നു. അത് വിജയിച്ചേട്ടൻ കണ്ടു, ആ ഈ കൊച്ചു കൊള്ളാം. പിന്നെ നമ്മൾ രണ്ടാമതൊരു ഓഡിഷൻ ചെയ്തു. എന്നിട്ട് വിജയിച്ചൻ പറഞ്ഞു ഈ കൊച്ച. അതേപോലെ തന്നെ ഗായത്രിയും ഓഡിഷനിൽ വന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. റെക്കമെൻഡ് ചെയ്തിട്ട് വന്നതല്ല അതെ അതെ എന്ന് വെച്ചാൽ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ അഫ്കോഴ്സ് ഇപ്പൊ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലോങ് ക്യൂ നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ബിരിയാണി ഉള്ളപ്പോ നമ്മൾ കഞ്ഞി കഴിക്കില്ലല്ലോ. അതെ 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 അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിന്റെ ഒരു വേയുടെ പാട്ടെ ഇപ്പൊ എല്ലാ ഫൈനൽ കോൾ എപ്പോഴും ഡയറക്ടറിന്റെ ആണ്. ഡയറക്ടറുടെ ഇഷ്ടമാണല്ലോ എപ്പോഴും. പക്ഷെ എല്ലാ കാസ്റ്റിംഗും നന്നായി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തിരിച്ച് ആ ഡയലോഗിലേക്ക്. അയ്യോ എനിക്കിപ്പോ ഡയലോഗ് ഒന്ന് സൂം ഇൻ ചെയ്യും പ്ലീസ്. അയ്യോ എനിക്കിപ്പോ ഓർമ്മയില്ല. എന്തൊക്കെ പറയാം. എന്റെ ഭഗവാനെ അങ്ങനെയൊന്നുമില്ല. ഗുരുവായൂരപ്പ എന്റെ ഗുരുവായൂരപ്പ ഇന്ദ്രജാലക്കാരൻ. നിങ്ങൾ വലിയ അത്ഭുതമൊക്കെ കാണിക്കുന്ന ആളല്ലേ. ഇത് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കാര്യമാക്കണ്ട. എനിക്ക് പണി തരുന്നവന്മാർക്ക് എങ്ങനെയെങ്കിലും ഒരു മുട്ടാൻ പണി തിരിച്ചു കൊടുക്കണ്ടേ പ്ലീസ്.
ഓക്കെ, നമുക്ക് ആ കൈയടിച്ച് പാസ്സാക്കിയ വഴി കൂടെ നമുക്കൊരു ഗെയിം കളിക്കാം. ഐ ഹവ് ഡിസൈൻഡ് ഇറ്റ് വിത്ത് അവർ സിനിമ പ്രാന്തൻ സ്റ്റഫ്. ഞാൻ നോട്ട് ചെയ്തത് താങ്ക് യു. കപ്പ് ഇത്രേ ഉള്ളൂ, നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തത്. ആണോ? ഓക്കെ, അടിപൊളി. Okay, anyways. Can I get that headset? Okay. ഇത് മറ്റേ ആക്ട് ചെയ്ത് കാണിക്കണേണോ? അതന്നെ, അത് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ. ഇതില് നമ്മള് നിങ്ങളുടെ മൂവിയിലെ കുറച്ച് ഡയലോഗ്സും വേർഡ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതില് ഒരാള് പിക്ക് ചെയ്യുക, ഒരാള് ഹെഡ്സെറ്റ് വെക്കുക. അതിന്റെ അകത്ത് നല്ല അടിപൊളി ഫുൾ വോയിസിൽ പാട്ടായിരിക്കും. Okay, you will not be able to hear what the other person is saying. You have to guess what that person is saying. So ഡയലോഗ്സ് ആണോ? ഡയലോഗ്സ് ആണ്. യെസ്, മൂവിയിലെ ഡയലോഗ്സ്, ചെറിയ ഡയലോഗ്സ്. Okay. Fun? Entertained? Yes. Yes. Excited? അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വലിയ ഹെഡ്സെറ്റ് കിട്ടിയില്ല, നിങ്ങൾ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. Who is going first? Amin. Who is speaking? Yes. എന്നിട്ട് അവരെ എനാക്ട് ചെയ്യണോ? അവര് only mouth it. പറയാൻ പറ്റില്ല. പറയാൻ നോട്ട് ലൗഡ്ലി, ലൈറ്റ് ആയിട്ടൊന്ന് മൗത്ത് ചെയ്ത് പറഞ്ഞാൽ മതി. പാട്ട് വെച്ചോ? പാട്ടില്ല. ഫുൾ വോയിസ് വെച്ചോട്ടാ. ശരി, ഓക്കെ, we are going to start. ഇതെനിക്ക് പറഞ്ഞൂടെ? ഇത് പറയാൻ, but then very low voice. You have to make him understand what you're saying. ചെറുക്കം വേണം. പറ്റില്ലല്ലോ. ഓക്കെ, പറയാം. Yes, start. അച്ചടക്കം വേണം. അച്ചടക്കം വേണം. You can't express anything. അച്ചടക്കം വേണം. പ്രകമ്പനത്തില് അതെ. പ്രകമ്പനത്തിന് ഡയലോഗ് ഉണ്ട്. അച്ചടക്കം വേണം. എത്ര ഉറക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അച്ചടക്കം എന്റെ ഡയലോഗ് വേണോ? അല്ല അച്ചടക്കം വേണം. എന്റെ ഡയലോഗ് വേണോ? അല്ല സാഗറിന്റെ ഗണിച്ചേട്ടൻ. പിന്നെ നീ എല്ലാവരും കറക്റ്റ് ചോദിക്കും. You can't express. അല്ല, എനിക്ക് ചോദിക്കാമല്ലോ. ചോദിക്കാം. ഗണിച്ചേട്ടൻ വേണോ? ആണോ? അല്ല. ഓ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായി. പുള്ളിയുടെ സനീഷേട്ടൻ. അച്ചടക്കം വേണം. കൈ അച്ചടക്കം വേണം. Great. Okay, next. Who is going next? Gayatri വെച്ചോ. സമയമെടുക്കും. ദൈവമേ. Okay. Full voice അല്ലേ? ഒരു സെക്കൻഡ്. Done? പാട്ടില്ല. ഒന്ന് try നോക്കിയാലോ? 3. സ്റ്റാർട്ട് ആയോ? ഇല്ല, കേൾക്കുന്നില്ല. Okay, fine. Great. നിന്റെ കാമുകനില്ലേ ആ പുണ്യാളൻ? നിന്റെ കാമുകനില്ല. എന്റെ ആക്ടിങ് കൊണ്ടാണ്. ഇത് പ്ലേ ചെയ്തില്ലേ പാട്ട്? ഉണ്ടായിരുന്നു ഇല്ലേ? പാട്ടിട്ടില്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാര്യം പണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അല്ല, ഇനി പാട്ടുണ്ടല്ലോ. കറക്റ്റ് തന്നെ ഇങ്ങനെ കിട്ടി. പാട്ടിട്ടാ. കുറച്ചുകൂടി ജിഞ്ചാൻ കുറച്ച് ഇതായിട്ട്. ഞാൻ പറയുന്നത് കേൾക്കാവോ? എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കാവോ? ആ, പെണ്ണ് കേസ് മാത്രമില്ല. പെണ്ണ് കേസ് മാത്രമില്ല. പെണ്ണ് പറ്റില്ല. അല്ല. ഓൺലി മൗത്തിങ്. പെണ്ണ് കേസ് മാത്രമില്ല. പയ്യെ പറ. എന്തോ മാത്രമല്ല. നീ സിനിമ പള്ളി, പണി, പെണ്ണ് പള്ളി. ഇവർക്ക് ഏത് പാട്ടിട്ട് കൊടുത്തേക്കുന്നേ? പെണ്ണ് പെണ്ണ് മാത്രല്ല. അല്ല, തെറ്റിച്ച്. കേസ് മാത്രമില്ല. പെണ്ണ് കേസ് മാത്രമല്ല. ഇല്ല. പെണ്ണില്ല. പെണ്ണ് കേസ് മാത്രം ഇല്ല. നീ പറയിപ്പിച്ചതായല്ലോ മൊത്തം. ഇവളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എടുക്കാണ്ടല്ലോ, ഗായത്രി എടുക്കാണ്ടല്ലോ. എന്ത് സാധ്യത? ഏത്
വെച്ചോ. വെച്ചോ വെച്ചോ ഏതാ ലെഫ്റ്റ് റൈറ്റ് എവിടെയെങ്കിലും വെച്ചോ. ഹെവി ആയിട്ട് മറ്റേ വാർഡൻ വായിക്കറില്ല. മലയാളമാണോ? മലയാളം വായിക്കാൻ അറിയത്തില്ല. മിണ്ടുന്നില്ല. ആ ഓക്കെ. വലിയ അല്ലോ വലിയ ആവേശം വേണ്ട. അങ്ങനെ പറയാം. ഗുഡ്. പ്രിയോടെ വലിയ ആവേശം വേണ്ട. വലിയ ആവേശം വേണ്ട. കെമിസ്ട്രി. അതെ അതെ എങ്ങനെയാണോ Anyone wants to try one more? നമുക്ക് പറയാം ഇനി രണ്ടെണ്ണം കൂടെ. എനിക്കിവിടെ കാണിച്ചു തരണേ. നെക്സ്റ്റ് നീ എനിക്ക് തന്നെ അത് സിങ്കായി അത് തന്നെ. ആരെ വെച്ചേക്കണോ? ശരി. സൗണ്ട് കുറവാണ്. അമ്മയെ നീ കേൾക്കുന്നുണ്ടോ? ഫുൾ വെച്ചോ. അമ്മ കേൾക്കുന്നുണ്ടോ? ഇല്ല കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ശരി, കൺഫേം. യു ഡിസേർവ് സമൺ ബെറ്റർ. യു ഡിസേർവ് സമൺ ബെറ്റർ. അങ്ങനെ മുഖത്ത് നോക്കി റഷ്യൻ ഡയലോഗ് അല്ല 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 യു ഡിസേർവ് സമൺ ബെറ്റർ. റഷ്യൻ ഡയലോഗ് ഉണ്ടോ? ഇതില്ല. ഐ മീൻ യു ഡിസേർവ് സമൺ ബെറ്റർ. യു ഡിസേർവ് സംവൺ ബെറ്റർ. മുഖത്ത് നോക്കി പറയണ്ടായിരുന്നു. അത് നിനക്ക് വേണ്ടിയുള്ള ഡയലോഗ്. ഇത്ര ഇനിയുണ്ട്. One more ഉണ്ട്. You can take. ശീതൽ വെച്ചോ. നീ അല്ല ഒരെണ്ണം ഞാൻ അത് തിരിച്ചിട്ടായിരുന്നു. ഞാൻ വെക്കണോ? ശീതൽ വെച്ചോ. ശീതൽ വെച്ചോ. അല്ല ശീതൽ പറയട്ടെ എന്റെ അടുത്ത്. അതാകുമ്പോ മറ്റേ റാപ്പും നമ്മുടെ റാപ്പും കാണിക്കുന്നില്ല. എന്താ നീ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? You have to show that also. അതിപ്പോ അറിയാം. പേരിന് മാത്രം. ഇതൊക്കെ വന്നതാ. ഇത് വന്നത് അത് മലയാളം വായിക്കാൻ അറിയത്തില്ല. Okay, sound on. Okay. ഞാൻ പറയാൻ നീ റിപ്ലൈ തന്നോ? ഓക്കെ. മനസ്സിലാവില്ലേ? ഇല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എക്സൈറ്റഡ്? മനസ്സിലായി. എക്സൈറ്റഡ്. ഒരു ഡയലോഗ് ഉണ്ട്. ഒരു ഡയലോഗ് ഉണ്ട്. ഒരു ഡയലോഗ് കൂടി ഉണ്ടോ? പാട്ടില്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. നല്ല പാട്ട് സൗണ്ട് ഉണ്ട്. അത് പെട്ടെന്ന് കേട്ടാ മനസ്സിലാവും. അത് No, there was also this moment, so connected. Excited. ശരി, ഞാൻ അഭിനയിച്ചു കാണിച്ചു. Okay, ശരി. Great. കഴിഞ്ഞ് കൊണ്ട് ഞാനിത് വെച്ചോ. ഒരെണ്ണം കൂടെ ഉണ്ട്. നോക്കട്ടെ. Now, another task is തമ്മിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കൊളീഗിന്റെ ബെസ്റ്റ് സീൻ ഇൻ ദിസ് മൂവി യു ഫീൽ ലൈക്ക് ഇപ്പം അഭിജിത്തിന് നമ്മുടെ അമീന്റെ ഈ മൂവിയിൽ ഏറ്റവും ബെസ്റ്റ് സീൻ അത് അടിപൊളിയായിട്ട് തോന്നുന്നൊരു സീൻ എല്ലാവരും പറഞ്ഞു. അമീന്റെ ഇതിലെ എല്ലാം കൊറേ ഉണ്ട്. എന്നാലൊരു ഇങ്ങനെ ഹൈപ്പ് അടിച്ച് തോന്നുന്ന ഒരു സാധനം പക്ഷെ അതെങ്ങനെ നമ്മൾ പുറത്ത് പറയപ്പെടാം. മറ്റേ ഇതില്ലാണ്ട് പറഞ്ഞാൽ മതി. സ്പോയിലർ ബ്ലൂപ്പർ ഇല്ലാതാണെങ്കില് പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിന് മുമ്പ് ഒരു പോർഷൻ ഉണ്ട്. രാജേഷ് ചേട്ടനോട് അമീൻ പറയുന്ന ഒരു സാധനമുണ്ട്. 2 ഡയലോഗ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രേറ്റ്. ഓക്കെ ശരി. അവിടെ ശീതലിന്റെ ശീതലിന്റെ ശീതലിന് ഇഷ്ടമാണ് ആലോചിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോ പലതും സംഭവിക്കുന്നുണ്ട്. മലയാളം സിനിമയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ശീതലിന്റെയും സത്യം പറഞ്ഞ ശീതലിന്റെ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണേ. ഡയലോഗ് തന്നെ വേണോ? നോട്ട് നെസസറി. അത് സ്പോയിലർ ആണെങ്കിൽ പറയണ്ട. ജസ്റ്റ് സീ കണ്ടവർക്ക് മനസ്സിലാവും. അതെ, ശീതലിന്റെയും എൻഡ് പോർഷനിൽ 1-2 ഡയലോഗ്സ് ഉണ്ട് വിച്ച് ഐ പേഴ്സണലി ലൈക്ക്. അതിൽ ശീതലിന്റെ പെർഫോമൻസ് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ലൈക്ഡ് അബൌട്ട് ദാറ്റ്? അത് എനിക്ക് ഭയങ്കര കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നി. മറ്റേനെയൊക്കെ കാലും പറയാണ്ട് ഒരു സുഖം കിട്ടില്ല. ഓക്കെ അല്ല എന്റെ വേണ്ട കേട്ടോ. ആകെ ഒരു ഗായത്രി ഒരു സ്പീച്ച് ഉണ്ട് അതില്. കറക്റ്റ്. അത് മതിയല്ലോ. ആ സ്പീച്ച് ഒന്ന് പറയാൻ പറയൂ. ഞാൻ ഇവരുടെയൊക്കെ പറയാം. ഓർമ്മയുണ്ടോ സ്പീച്ച്? സ്പീച്ച് നല്ലോണം ഓർമ്മയുണ്ട്. കാരണം തലേദിവസം വരുന്നത് കാണാപ്പാടം പഠിച്ചു. തീർത്തിന്റെ ഞാൻ സ്പീച്ച് ഒന്ന് പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ശീതലിന്റെ അല്ല ഞാൻ ആദ്യം അഭിജിത്ത് വെച്ചു. എനിക്കും പറയാൻ ആ ഒരു സീനേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല തോന്നുന്നു.
അഭിജിത്തിന്റെ എനിക്ക് മറ്റേ പ്രാർത്ഥിക്കുന്ന ഒരു സീനുണ്ട്. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ബേബിയുടെ പ്രാർത്ഥിക്കുന്ന ഒരു സീനുണ്ട്, അതാണ് ഇഷ്ടപ്പെട്ടെ. അമീന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ചിരിച്ച ഏറ്റവും ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അത് ട്രെയിലറിലും ഉണ്ട്, വാതില് അടിച്ചിട്ട് പൂട്ടിയിട്ട ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ഇത് തുറന്നു ഇതിന്റെ അച്ഛനാണോ തുറന്നു വെച്ചത്, ആ സീൻ എനിക്ക് എന്റെ ഫേവറേറ്റ് അവന്റെ ആ സീനാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് ശീതളിലോട്ട് വരട്ടെ, അങ്ങനെ തന്നെ ശരി ശരി. ശീതളിന്റെ അതും റിവീൽ ചെയ്യാൻ പറ്റാത്തതാണ് അത് സ്റ്റോറി ലൈനിലുള്ളത്. സാഗറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള സമയത്ത് ഒരു ഫുൾ പ്ലേ ഉണ്ട്. ആ പ്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അവൾ അതിൽ ചെയ്തേക്കുന്ന ഓരോരോ മാനറിസംസും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇവർ ഗണപതി, സാഗറും മീനും ഇവരൊക്കെ ഉള്ള ഇവരുടെ പ്രേതം വരുമ്പോ ഇവര് പേടിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. എനിക്കത് കാണുമ്പോൾ എപ്പോഴും ചിരിയാവാതെ, ലൈക്ക് ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് നൈസ്ലി ഡൺ. പ്രേതത്തിന് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അമ്മീന്റെ ആദ്യം പറയാം. അമ്മീന്റെ അവസാനം ചന്തിക്കൊരു കടി കിട്ടും. അതെടുത്ത് അമീന്റെ പറയാന്ന് അയ്യോ ആക്ച്വലി ആ സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സീൻ. കാരണം അത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചളിയാവണ സീനാണ്. പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടപ്പം അവര് ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിച്ചൊരു സീൻ. അതുപോലെ തന്നെ ഇവന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് പറയുന്നില്ല, ആ ഡയലോഗ് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ ഡയലോഗ് കീറുന്നൊരു ഡയലോഗ്, ഒരു കീറുന്ന ഡയലോഗ്, അത് വന്നപ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയടിച്ചിട്ടുണ്ടായിരുന്നു, ചിരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടാണ് എനിക്ക് ഇവന്റെ ഫേവറേറ്റ് പേഴ്സൺ. പിന്നെ ഗായത്രിയുടെ ഒബ്വിയസ്ലി ആ സ്പീച്ച് അല്ല, ആ ലോങ് സ്പീച്ച് എന്നെ കൊണ്ട് പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതവള് ബൈഹാർട്ട് പഠിച്ച് അവളത് ഉള്ള സ്പേസ് അവൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കുള്ള ഫേവറേറ്റ്. ഇവന്റെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഇവിടെ ഇപ്പൊ പറഞ്ഞത് മയക്കണ്ണ ഇന്ദ്രജാലക്കാരൻ, അതും അടിപൊളി സീനാണ്. ഗ്രേറ്റ്. ഓക്കെ, അതിവിടെ ഞങ്ങള് മറ്റേ അമ്പലത്തിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞ പരിപാടി, അത് നല്ലൊരു പരിപാടി. പിന്നെ ഇവളുടെ വരുമ്പോഴത്തേക്ക് ഇവളുടെ സാഗറിന്റെ ഇവളുടെ തമ്മിലുള്ള ഒരു പ്ലേ ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ അച്ഛൻ വരുമ്പോൾ ഒരു പ്ലേ ഉണ്ട്. ലാസ്റ്റ് രാജേഷ് ചേട്ടന്റെ മൊത്തം പറയണ്ട, എനിക്ക് രണ്ടുമൂന്നെണ്ണം നോട്ട് ചെയ്ത് പറയുന്നത്. ആദ്യമായിട്ട് രാജേഷ് ചേട്ടന്റെ അവിടെ പോകുമ്പോഴത്തേക്കുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുള്ളൊരു സീനുണ്ട്, ഇവള് ഈ തല വെച്ചിട്ട് അത് ഫൈറ്റിന്റെ ഇടയ്ക്കുള്ള ഒരു സീൻ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു സീൻ. ഫൈറ്റിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഓട്ടം ഉണ്ട്, അത് മാറ്റാൻ നാച്ചുറൽ ആയിരുന്നു പറഞ്ഞോളൂ. സംഭവം പുള്ളിക്കാരി ഈ പറഞ്ഞ സ്പീച്ച് പരിപാടിയാണ് നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ളത്. പ്രേതത്തിന് പേടിയുണ്ടോ? ഇല്ല. ചോദിച്ച ആളുടെ അടുത്ത് പ്രേത സിനിമ കാണാറുണ്ടോ എന്ന് ചോദിക്കാൻ കാണാറുണ്ടോ ഇല്ലയോന്ന് അത് പറഞ്ഞ കാര്യമില്ലല്ലോ. പ്രേതത്തിന് ഇഷ്ടമല്ലെന്ന് പറയുന്ന ആള് ഇനി ഒരുമിച്ച് ഞാൻ വരില്ല. ശരി, ഒരു എന്തെങ്കിലും പേടിപ്പിക്കുന്ന വല്ല എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ കൊച്ചിലത്തെയോ ഇപ്പോഴത്തെയോ? കൊച്ചിലത്തേന്ന് പറയാൻ, കൊച്ചിൽ എനിക്ക് ഇരുട്ടുള്ള റൂമിൽ പോകാൻ പേടിയായിരുന്നു. ഇപ്പൊ പേടിയില്ല? ഇപ്പൊ പേടിയില്ല. കൊച്ചി അതിനുള്ള ഉത്തരവുണ്ടോ? അല്ലേ?
പ്രേതത്തിന് എനിക്ക് അങ്ങനെ വലിയ പേടിയില്ല. എനിക്ക് ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞു? അല്ല, ഞാൻ പേടിയില്ല എന്നാ പറഞ്ഞത്. ഓ ഇല്ല, എനിക്കില്ല എന്നാ പറഞ്ഞത്. കുട്ടിയല്ലേ എനിക്ക് പേടി ഉണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും? ചെറിയ ചെറിയ എല്ലാവർക്കും ഉണ്ടാവും, ബാക്കി ആൾക്കാർ നിൽക്കുന്ന പോലെ തോന്നുക. മറ്റേ വാഴ ഇത് ഇങ്ങനെ വിളിക്കുന്നതാണ്. അതല്ലാതൊന്നുമില്ല. പ്രേത സിനിമ കാണാൻ ഇഷ്ടമാണോ? പ്രേത സിനിമ കാണാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കാണാറില്ല. രാത്രി കാണാണെങ്കിൽ പോലും റൂമിൽ പക്ഷെ ഞാൻ അഭിനയിക്കും. അറിയാലോ അത് അഭിനയിക്കുമ്പോൾ നമുക്ക് അറിയാലോ പ്രേതം ഇല്ലെന്ന്. റൂമിൽ ലൈറ്റ് ഒക്കെ ഇട്ടിരുന്നു. എന്നാലും രാത്രി ഞാൻ മാക്സിമം ഒന്ന് അത് കാണാൻ. ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു പ്രേത സിനിമ ഏതാ? ആകാശകൻ. നമ്മുടെ ഓഡിയൻസിന് ഒന്ന് സജസ്റ്റ് ചെയ്തോ, അത് കണ്ടോന്ന് പറഞ്ഞു. പേടിക്കാൻ ഇഷ്ടമുള്ള ഓഡിയൻസ് ഇത് കാണും. ഞാൻ അങ്ങനെ പ്രേത സിനിമകൾ പ്രകമ്പനം. പ്രൊഡക്റ്റ് ഇന്റഗ്രേഷൻ ഇല്ല, അത്യാവശ്യം കളക്ഷൻ വരുന്നോണ്ട് പൈസ ശീതലിന്റെ എക്സ്പീരിയൻസസ് പറയട്ടെ. എനിക്കും പേടിയാ. എനിക്ക് ഇടത്ത് പോവാൻ അതൊക്കെ ഭയങ്കര പേടിയാ. എസ്പെഷ്യലി രാത്രി റൂമിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഞാൻ കിടക്കാറ്. മറ്റേ പരിപാടി രാത്രി വെള്ളം കുടിക്കുമ്പോൾ ഓടുന്നില്ലേ? ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? ഇട്ടത്ത് പിന്നെ എപ്പോഴും ഒരാൾ കൂടെ വേണം? ഇല്ല, ഞാൻ പേടി. റൂംമേറ്റ് അല്ലേ? റൂംമേറ്റ് ഇല്ല, പക്ഷെ സ്ഥിരം എന്റെ വീട്ടിൽ തന്നെയാണ്. എന്തിവിടെ പറയുന്നത്? ആക്ച്വലി ഞങ്ങള് 3 പേരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. ഏത് 3 പേര്? ഞാനും ഇവിടെ വേറെ ഫ്രണ്ട്, ഇതൊക്കെ എല്ലാവരും പറയുന്നത്. ഞാനൊന്നുമല്ല, ഞാൻ പ്രേത സിനിമയ്ക്ക് പോകാറില്ല. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങി ഇവൻ ന്യൂ ജോയിൻ ചെയ്തോണ്ടാണ്. എന്നോട് ഈ കഥകളൊന്നും ഞാൻ പറഞ്ഞില്ല. അതാ നമ്മള് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ നമ്മള് 3 പേരും കൂടെ. അഭിനന്ദനല്ലേ പേര്? ഞാൻ പോയിട്ടില്ല, പ്രേത പടത്തിനാണെങ്കിൽ ഞാൻ പോയിട്ടില്ല. അതിൽ നമ്മൾ 3 പേരും കൂടെ സിനിമയ്ക്ക് പോയി. അതിലൊരു ഉണ്ട് മീൻ സിനിമയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചെനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ നമ്മൾ 2 പേരും കൂടെയാണ്. അത് അതിലുമായിട്ട് പോകാനുള്ള അതിന്റെ നമ്പര്. എന്റെ കർത്തവ്യം ഞാൻ ചോദിക്കും. ശരി, എനിക്ക് സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഉറങ്ങില്ല. പേടിയാവുമ്പോ ഞാൻ ഇവിടെ വിളിക്കാറുണ്ട്, ഒന്ന് വീട്ടിലോട്ട് വരുമോ, അത് നിൽക്കോ. അങ്ങനെ പിന്നെ പ്രിയ സിനിമാസ് എല്ലാം ഇറങ്ങണ എല്ലാ സിനിമയും ഞാൻ പോയി കാണാറുണ്ട്. ഇംഗ്ലീഷ് വേണോ, തമിഴ് വേണോ, ഏറ്റവും ഇഷ്ടമല്ല ഏത് ലാംഗ്വേജ്? വിച്ച് ലാംഗ്വേജ്? ഏറ്റവും ഇഷ്ടം സ്പാനിഷ്. ഈവിൾ ഡെഡ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. കൂടുതലാണ് ഫസ്റ്റ് ഈവിൾ ഡെഡിന്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട പ്രകമ്പനം ഏതോ? യെസ്, പ്രകമ്പനം ഒഴിച്ച് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട പ്രകമ്പനം. എനിക്ക് ഭൂതകാലം ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് മേഘസന്ദേശം എനിക്ക് ഒത്തിരി ഇഷ്ടം. ഓക്കെ, ഓൾ ടൈം ഫേവറേറ്റ്. ശരി ശരി ശരി, ഓക്കെ. നിങ്ങളെ സെറ്റ് സമയത്ത് ഡെഫിനറ്റ്ലി ഫുൾ ഫൺ മൊമെന്റ്സ് ആയിരിക്കും. Obviously, ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് ചെയ്യാം. അപ്പം give me 1 or 2 bloopers or some fun stuff that you had during the set. Please, please. ശീതല് ഞാൻ പറഞ്ഞുതരാം. ശീതല് നമുക്കൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പൊ ശീതലിന്റെ അടുത്ത് ശീതല് തലേ ദിവസമൊക്കെ ഉണ്ടല്ലോ നമ്മള് ബോക്സിങ് ഫുൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ശീതലിന് ഫൈറ്റ് സീൻ ഇല്ല, ശീതല് ഫൈറ്റ് ഇല്ല. പക്ഷെ അപ്പൊ എന്താ എല്ലാരുമായിട്ട് ഓടുകയാണ്. അപ്പൊ ആദ്യത്തെ ടേക്ക് കൊറിയോഗ്രാഫറിലോ ഫൈറ്റ് കൊറിയോഗ്രാഫർ ഉണ്ട്. ഇതില് ഓടുക, ഇവന്മാർ ഓടിയെത്തി ഷോട്ടിങ് എത്തിയിട്ട് ശീതൽ എത്തിയിട്ടില്ല. എന്നിട്ട് ഈ പുള്ളി ഉണ്ടല്ലോ വിളിച്ചോടെ പൊണ്ണിങ്ക എത്തലേ പൊണ്ണിങ്ക എത്തലേ ശീതൽ ഇന്നും പറയാ. അതൊക്കെ കുഴപ്പമില്ല. ആദ്യം ഞാൻ എന്നിട്ട് ചോദിച്ചു ഈ പുള്ളിക്കാരി ഓടിയെത്തും. അപ്പൊ ഇവള് തന്നെ പറഞ്ഞില്ല അവൾ ഓടിയെത്തും. ആക്ഷൻ എന്ന് പറഞ്ഞോണ്ടല്ലോ ഓടുന്നതിനേക്കാളും ഇതിലാണ്. പക്ഷെ ആളെത്തുന്നില്ല. ഇവക്ക് വേണ്ടിട്ട് ലോടി ഇതായിരുന്നു. അങ്ങനെയല്ല, പടത്തിലുണ്ടല്ലോ ഇത് പോകുന്നില്ലല്ലോ. ആദ്യം വില്ലന്മാരോടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. എന്നെ കടത്തിവിട്ട് വില്ലന്മാരൊക്കെ പോയി. അതെ, വില്ലന്മാരൊക്കെ കഴിഞ്ഞ് ഇതിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യാൻ ഇവിടെ പിടിക്കാനോ ഓടാതെ. അപ്പൊ ശീതലിന്റെ വെർഷൻ കേക്കട്ടെ. ശീതൽ പറയും. പാമ്പറല്ലേ?
ഒരു സ്പീച്ച് കഴിഞ്ഞിട്ട് അപ്പൊ സ്പീച്ച് വിച്ച് മീൻസ് ഗായത്രി. ഗായത്രിയുടെ അത് ആക്ച്വലി ഡബിന്റെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്പീച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗായത്രി ഇറങ്ങി എന്താ ഏതായിരുന്നു ഇവളുടെ സ്പീച്ചിന്റെ സമയത്തുള്ള സ്പീച്ചിന്റെ സമയത്ത് ഇവളുടെ എക്സ്പ്രഷന്റെ കാര്യമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇതില് നമുക്ക് സമ്മതില്ല. ഇത് ഇവരുടെ എന്തൊരു ഞാനത് പോട്ടെ ഇത് മറ്റേ ഇക്വേഷനാ, കുഴപ്പമില്ല നമുക്ക് അല്ല ഞാൻ വേറെ സംഭവം പറയാം. വേറെ സംഭവം സാഗർ ഒരു സീനുണ്ട് ഈ ചൂട് ചായ ഒഴിക്കുന്ന ഒരു സീൻ. ഓക്കെ. അതിന് ഇവളില്ല. എന്റെ സാധനം ഒരു കാര്യം പോട്ടെ, കല്ലൂട്ടാണ് ഇതിപ്പോ ഞാൻ ഓടുന്ന സീൻ ഞാൻ പറഞ്ഞ കഥ ശരി, വേറെ ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ ഓടുന്ന സീൻ ഇവളില്ല. കേട്ട കഥകളല്ലേ? ഞാൻ പറഞ്ഞല്ലേ. കണ്ടിന്യൂ. അല്ല അപ്പൊ സാഗറിന് ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് ഡയറക്റ്റ് ചൂട് ചായ ബ്രോ. ചൂട് ചായ ഒഴിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് ഡയറക്റ്റ് അവന്റെ കയ്യിൽ ഒഴിച്ചു. അപ്പൊ കൈ പൊള്ളി. അത് ഒറിജിനൽ ആയിരുന്നു. അതൊരു അത് ഓൾറെഡി ഡയറക്ടർ 2-3 പറഞ്ഞിട്ടുണ്ട്. വിജയ് ചേട്ടൻ ഫ്രഷ് എന്തെങ്കിലും സാധനം ഇറക്കുക. ആക്ച്വലി പറഞ്ഞപ്പോഴാണ് ഐ വാസ് ഈ അമീന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിബിൻ, ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പൊ അജിബിൻ പറഞ്ഞു ഷൂട്ട് സമയത്ത് സാഗറിനും ഈ ഫൈറ്റ് സീൻ ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ സാഗറിനൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. സോ ഹൗ വാസ് ദാറ്റ് ലൈക്ക് ആ ഒരു ചാലഞ്ച് എങ്ങനെയായിരുന്നു എല്ലാവർക്കും? അത് ഈ പറഞ്ഞ പോലെ സാഗറിനാണ് ഫൈറ്റിന്റെ പരിപാടികൾ അത്യാവശ്യം പറഞ്ഞത്. അപ്പം റോപ്പ് കെട്ടിട്ടുള്ള കുറച്ച് അപ്പൊ അതിന്റെ തലേ ദിവസം ഫൈറ്റിന്റെ തലേ ദിവസം റോപ്പിന്റെ ഒരു പ്രാക്ടീസ് ചെയ്തോണ്ടെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് ഇവിടെ അത്യാവശ്യം പരിപാടി. പിന്നെ കാലില് പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൈ പൊള്ള അതിപ്പോഴും ഉണ്ട്. അത് ഇവിടെ പാടിപ്പോഴും ഉണ്ട്. അത് ഈ പറഞ്ഞ മറ്റേ മാഷ് ഗ്ലാസ് എടുത്ത് പറയുന്ന ഒരു നേരെ വന്ന് എന്റെ കയ്യിൽ ഇവിടെ സ്റ്റീൽ ഗ്ലാസ് ആയിരുന്നു. അത് ഇവിടെ ജസ്റ്റ് ഒരു ഇതായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ശേഷം അങ്ങനെ ഒരു പരിപാടി. സാഗർ അത് സംഭവം No issues. We like fun like this. അല്ലേ ഗൈസ്? എന്നാ ഇനിയിപ്പോ സ്പീച്ച് ആവാം. നമ്മൾ വിടൂല. അല്ല ഞാൻ പറഞ്ഞില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതില് ഞാനത് പറയാൻ പറ്റില്ല. എനിക്കിതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു സാധനം തോന്നുന്നത് ഞാൻ ഈ പലരും പറഞ്ഞതാണ് എനിക്ക് ഡയലോഗ് പരിപാടി ഭയങ്കര പിന്നെ എളുപ്പമാണ്. കുറെ ആക്ഷൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഇതിൽ നിൽക്കണം, കറക്റ്റ് ഇതിൽ വരണം, കറക്റ്റ് ഇതായിട്ട് ഇതാക്കണമെന്നാണ്. അപ്പൊ എനിക്ക് ബാക്കി ഡയലോഗ് എല്ലാം പറ്റി എനിക്ക് വിളക്ക് കത്തിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഇതിന് വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു തുടങ്ങി. ഇത്രയും ക്ലോസ് ആണ്. ഡയറക്ടർ വിജയ് ചേട്ടൻ ആക്ഷൻ പറഞ്ഞു, ഞാൻ കത്തിച്ചു, അടഞ്ഞു. ഓക്കെ, ഞാൻ ഓക്കെ ഇല്ല കുഴപ്പമില്ല, കത്തിച്ചു, അണഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം എല്ലാരും ഉണ്ടല്ലോ. പിന്നെ തീപ്പെട്ടി മാറ്റി നാട്ടിലെ ചേട്ടൻ തീപ്പെട്ടി കൊണ്ടുവന്നു. ഇല്ല പിന്നെ അണഞ്ഞപ്പോ ചെറിയൊരു പ്രേതത്തിന്റെ ഒരു ഇത്. പ്രേതത്തിന്റെ ഒന്നുമില്ല എന്റെ. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഫുള്ളൊന്ന് മസിലൊക്കെ പിടിച്ചിട്ട് പിന്നെയും കത്തിച്ചു, അണഞ്ഞു. അപ്പൊ പിന്നെ ആട്ടുകാരൻ എണ്ണ ഉണ്ടല്ലോ, എണ്ണ സൈഡിലൊക്കെ തേച്ചിട്ട് പറഞ്ഞു ബ്രോ ഈ പോയിന്റ് നോക്കി തന്നെ കത്തിക്കണം. അപ്പഴേ എന്റെ പകുതി ഗ്യാസ് ഞാൻ വിചാരിച്ചു ഇത് പണി പാളത്തി. എന്നിട്ട് അവിടെയും കത്തിച്ചു, നടന്നില്ല. അതെന്താ എനിക്കറിയത്തില്ല, നടന്നില്ല. 3, 5, 6, 7 ടേക്കായി ഏത് വിളക്ക് കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫുള്ള് ഡയലോഗ് ഉള്ളത്. ഇപ്പൊ അഭിജിത്തിന്റെ വീട്ടിൽ അമ്മ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ലൈറ്റർ ആക്കിയാലും ലൈറ്റർ ഒന്നും പറ്റില്ല, തീപ്പെട്ടി തന്നെ വേണം. പിന്നെയും തീപ്പെട്ടി കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ നാട്ടിലെല്ലാം എനിക്ക് അറിയാവുന്ന സുഭാഷ് ചേട്ടനാണ് പ്രൊഡക്ഷൻ ടീച്ചർ. അപ്പൊ സുഭാഷ് ചേട്ടന്റെ പോയത് തന്നെ ഇതില് ആറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അവര്. അപ്പൊ അതിലൊരു പൈമ എന്റെ പറഞ്ഞു, അഭിച്ചേട്ടാ ലാസ്റ്റ് തീപ്പെട്ടിയാണ് കേട്ടോ, മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ അടുത്തത്. അതും കൂടി കേട്ടപ്പോ ഞാൻ എനിക്ക് അറിയത്തില്ല എന്താ കത്തത്. എന്നിട്ട് അടുത്തത് കത്തിച്ചു, തിരി കത്തിയുണ്ടല്ലോ. എനിക്ക് അങ്ങോട്ട് സന്തോഷം ഡയലോട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ആശ്വാസം ഇട്ടു, ഉണഞ്ഞു. അതും കൂടെ ആയപ്പോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ അപ്പൊ ആൽബിച്ചോ സോറി ഞാൻ അടുത്തതിൽ സെറ്റ് ആക്കാം. അടുത്തതില് പിന്നെ ഓക്കെ എല്ലാരും കൂടെ ടെൻഷൻ അടിക്കണ്ട. അടുത്തതില് അതാണ് ഇവനെ അറിയാവുന്നതായത് കൊണ്ടൊന്നും പറയാൻ. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഡയലോഗ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അത് പെട്ടെന്ന് തന്നെ തീർന്നു. അപ്പൊ ഇനി നമുക്ക് ഗായത്രിയുടെ സ്പീച്ച് കൂടെ കേൾക്കാം.
ഗ്ലോബൽ ഗോസിപ്പ്. Yes. എക്സ്റ്റംപർ സ്പീച്ച് പ്രസന്റിംഗ്. അതെ അതെ wait. ആ. ഒരു സെക്കൻഡ് ആ മൂഡ് കേട്ടെ. ഓർക്കട്ടെ, നീ ഇവിടെ അല്ലായിരുന്നു നിന്നത്. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 3 കൊല്ലമായി നമ്മൾ ഫാസിസത്തിനെതിരെ എങ്ങനെ ചെറുത്തു നിന്നു, അതിനിയും തുടരും. വേണോ? പിന്നെ ആലോചിക്കാം. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 3 കൊല്ലമായി നമ്മൾ ഫാസിസത്തിനെതിരെ എങ്ങനെ ചെറുത്തു നിന്നു, അതിനിയും തുടരും. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. ഒരു മാറ്റത്തിന് വേണ്ടി കഞ്ചാവ് മുതൽ MDMA വരെ ലീഗലാക്കണമെന്ന് സമരം ചെയ്യുന്ന ഈ കോളേജിനെ ലഹരിയുടെ റേപ്പ് പാർട്ടി ഹബ്ബായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടകൾക്ക് വേണ്ടി വോട്ട് ചെയ്യണോ, അതോ എന്നത്തെ പോലെ DSU വേണ്ടി വോട്ട് ചെയ്യണം? ജയ് ഹിന്ദ്. ശരി, ടു വൈൻഡ് അപ്പ്, ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഒരു ഈ സിനിമയെ കുറിച്ച് ഓഡിയൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 1 word, യുവർ ഇമോഷൻ ഫോർ ദാറ്റ്. സ്ട്രെസ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി ചിരിച്ച് പുറത്തേക്ക് പോകും. ഇതല്ല ഇത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും അല്ലാതെ മെസ്സേജും മെൻഷനൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡയലോഗാണ്. റിവ്യൂസും കുറെ പറഞ്ഞതാണ്. ബ്രെയിൻ അങ്ങ് വീട്ടിൽ വെച്ചിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മൈൻഡിൽ പല മറ്റേ ചകഞ്ഞ് ലോജിക്ക് ചകഞ്ഞ് കീറി മുറിച്ച് പരിപാടിയൊന്നും വേണ്ട. 2 മണിക്കൂർ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അടിച്ചൊളിച്ച് തിരിച്ചു വരാം. വെരി ഗുഡ്, വെരി സെയിം തന്നെയാണ്. ഫ്രീ മൈൻഡോടെ വരിക, യു ഗൈസ് വിൽ എൻജോയ്. അത് എനിക്ക് അതൊരു ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. കാരണം ഒരുപാട് ചിരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഒരുപാട് ചിരിക്കാനുണ്ട്. ലോജിക്ക് ഒന്നും നോക്കാൻ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. പടം ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതെ, പടം ഇറങ്ങിയ ശേഷം റിവ്യൂസ് വരുമ്പോൾ നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ തന്നെ തിയേറ്ററിൽ പോയി ഒരുപാട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആൾക്കാർ സത്യം പറഞ്ഞ് ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സംഭവമാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാസ്റ്റ് നോക്കാണ്ട് ചുമ്മാ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാണ്ട് വേറെ സിനിമ ടിക്കറ്റ് കിട്ടാണ്ട് ഇതിൽ കയറുന്നത്. പക്ഷെ അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് ഇറങ്ങി. അപ്പൊ എന്റെ റീസൺ വാലിഡ് ആണ്. ഏതാ? ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ പറയാൻ പോണത് മലയാളം പിടിച്ചാൽ മതിയായിരുന്നു. Let's give her some time, guys. It's okay. It's okay. ഇവിടെ നീ ഓർത്ത് വെച്ചത് പറയണം. അൺഅപ്പോളജറ്റിക്കലി ഫണ്ണി. പിന്നെ മൈൻഡ് പേരെന്ന് പറയാം. ഇതിന്റെ ഡയറക്ടർ വിജയ് ചേട്ടൻ, റൈറ്റർ ശ്രീഹരി. കാരണം ഇതിന്റെ ഒരു മെയിൻ കാസ്റ്റിംഗ് തന്നെ വിജയ് ചേട്ടൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ സനീഷ് ചേട്ടൻ, എനിക്ക് പേഴ്സണലി സനീഷ് ചേട്ടൻ ചെയ്ത റോൾ എനിക്ക് വേറെ ആരെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പറ്റില്ല. സനീഷ് ചേട്ടൻ ചെയ്ത ആ റോള് വേറെ ആരെ കൊണ്ടും പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല. അതേപോലെ സുബിൻ ടാർസൻ ചേട്ടൻ ചെയ്ത റോള്, അതേപോലെ എല്ലാവരും. അപ്പൊ അതിൽ ഡയറക്ടറിൻ്റെതായിട്ട് ഒരു ഇതുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്ത പ്രൊഡക്ഷൻ. അപ്പൊ എല്ലാവർക്കും നമ്മൾ താങ്ക്സ് പറയാം. ശ്രീതേട്ടൻ, കാർത്തികേയൻ, സുധീഷ് ചേട്ടൻ, അവരെ കുറിച്ച് എന്തായാലും മെയിൻ ആയതുകൊണ്ട് എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് എന്നുവെച്ചാൽ അവർ ഓൾറെഡി തെളിയിച്ച പ്രൂവ് ചെയ്ത ആക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ കുറിച്ച് കൂടുതൽ പറയാത്തത്. അവരെ കിടിലമാണ് എങ്ങനെ നോക്കിയാലും. പക്ഷെ നമ്മൾ ഇതിലോട്ട് ഇതിനുവേണ്ടി വന്ന കുറച്ച് പേര് അവരെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ സനീഷ് ചേട്ടനിൽ നിന്നും ഇപ്പൊ ഞാൻ തന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് വന്നപ്പോഴാണ് പല്ലി എന്നൊരു വീഡിയോസ് കണ്ടപ്പോൾ ഈ പുള്ളി കൊള്ളാറ്. ഇപ്പം അമീനും അതെ, അമീന്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും അമീന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളത്, കണ്ടന്റ് കണ്ടിട്ടുള്ളത്. അതെ, കണ്ടന്റ് എല്ലാം നല്ലതാണ്. അതുകൊണ്ടാണല്ലോ അവർ ഇവിടെ ഇരിക്കുന്നത്. അതെ, ശരി. So it was really great to have you all. അതായത് ഞാൻ ഇങ്ങനെ ഉച്ച വരെ ഇങ്ങനെ ആടി തൂങ്ങി ഇങ്ങനെ മയങ്ങിയൊക്കെ ഇരിക്കുന്നു. ഇറ്റ് വാസ് വെരി റിഫ്രഷിംഗ് ടു ഹാവ് ദീസ് ഗൈസ് ഹിയർ. സോ വിഷ് യു all the very best. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സും ഇതിനപ്പുറം ഹിറ്റ് ആവട്ടെ. പ്രകമ്പനം തന്നെ ഇതിലും ഹിറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.